ഹലോ ഗുഡ് മോർണിംഗ് അന്നസുപ്രദൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതേ വയനാട് എടപ്പട്ടി വീട്ടിലെത്തിയിട്ടോ. നല്ല കടച്ചക്ക കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര പോയപ്പം തൃശ്ശൂരിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനത് നന്നാക്കി ജോൺസേട്ടായിക്ക് ഇപ്പോൾ ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കും. എനിക്കുള്ളത് ഞാൻ ഫ്രീസറിലെടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. കാരണം ഞാനിപ്പോൾ ഡയറ്റിലാണല്ലോ. 12-ാം തീയതിക്ക് ശേഷം എൻ്റെ ഡയറ്റ് ബ്രേക്ക് ആവും. അപ്പോൾ തൊട്ട് കഴിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമ്മുടെ കുറച്ച് എടപ്പട്ടി വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ തന്നെ എടുത്ത് ഈ കണ്ടെയ്നറിലേക്ക് ഇടുന്നു. ഇതെനിക്ക് ബജി ഉണ്ടാക്കാനാണ്. ചക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബജി. ചക്കരയുള്ള സമയത്ത് നമുക്ക് വലിയ കടച്ചക്ക കിട്ടിയില്ല അടുത്തത്. ഇങ്ങനെ തന്നെ എടുത്ത് ഫ്രീസറിൽ വെക്കുന്നു. വെള്ളം ഒഴിക്കണോ വേണ്ടിയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ ജോൺസേട്ടയ്ക്ക് ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. എൻ്റെ മൊബൈലിൽ വീഡിയോ ഒക്കെ നിറഞ്ഞ് സ്പേസ് ഇല്ലാതായിട്ട് ഒക്കെ കുറേ ഒന്ന് ഡിലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഈ കിച്ചണിലാട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങളിങ്ങനെ മഴ പെയ്യുന്ന പോലെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ടാങ്ക് ലീക്ക് ആയതാണ്. ടാങ്ക് മാറ്റാൻ പുതിയത് കൊണ്ടുവച്ചിട്ടുണ്ട്. മാറ്റണം. ജോൺസേട്ടായി അതൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാരൻറ്റും സ്റ്റുഡൻറ്റും കൂടെ വന്നായിരുന്നു കേട്ടോ. സംസാരിച്ചിരിക്കുകയായിരുന്നേ. അപ്പം അങ്ങനെ ജോൺസേട്ടായി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മീൻ കൊണ്ടു തന്നായിരുന്നു. അപ്പോൾ ഞാൻ മീൻ എന്താണെന്ന് പോലും നോക്കിയില്ല. പക്ഷെ പൂച്ച മീനിൻ്റെ അടുത്ത് കാവലുണ്ടായിരുന്നു കേട്ടോ. മീൻ എന്താണെന്ന് നോക്കട്ടെ. ഇന്നലെ അവിടെ നിന്ന് കൊണ്ടുവന്ന ട്രോളിയാണ്. മീൻ എന്താ നോക്കിയിട്ട് വേണം മീൻ കറി വെക്കണോ വറക്കണോ. എൻ്റെ എല്ലാ പരിപാടികളും അവിടെ പകുതിക്ക് കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ നിന്ന് അടിച്ചു വാരി. എനിക്ക് സഹായത്തിന് ഒരു ചേച്ചി വരുന്നതാണ്. ഇന്ന് പിന്നെ ഞാൻ വിളിച്ചില്ല. കാരണം എനിക്കിന്ന് വക്കീൽ ഓഫീസിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ചോറും കറികളൊക്കെ അവിടെ പകുതി അവിടെ കിടക്കുകയാണ്. പരിപ്പ് കറിക്ക് കുറച്ച് ഉപ്പ് കൂടി. അപ്പോൾ ഞാൻ ജോൺസേട്ടായിനോട് തക്കാളി കൊണ്ടുവരാൻ പറഞ്ഞു. തക്കാളി ഇവിടെ ഇല്ലായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് പണി എടുക്കട്ടെ കേട്ടോ. പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാം. എനിക്ക് കുറച്ച് ഇരുമ്പിൻ്റെ ചട്ടി കിട്ടിയപ്പോൾ തൊട്ടുണ്ടല്ലോ എൻ്റെ പാചകം മൊത്തം അതിനകത്തേക്ക് മാറി കേട്ടോ. കിളിമീൻ ഞാൻ പൊരിക്കാൻ വേണ്ടി മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ചോറ് ഇപ്പോഴാണ് അടുപ്പത്തിട്ടത്. കടച്ചക്ക മെഴുക്ക് വരട്ടിയാക്കി ഒരു തോരൻ പോലെ ആക്കി. പരിപ്പ് മുളകിട്ടു. പരിപ്പ് മുളകിട്ടപ്പോൾ വറവിടുമ്പോൾ 2-3 മുരിങ്ങലയും കൂടെ അങ്ങോട്ട് എടുത്തു കേട്ടോ. കേട്ടെ ഒരു ആർഭാടത്തിന്. ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട്. അതൊക്കെ ഈസി പൂസി. എനിക്കിങ്ങനെ അടുക്കളപ്പണി എടുക്കാൻ ഒരു മടിയില്ലാത്ത ആളാട്ടോ ഞാൻ. പക്ഷേ എനിക്കിന്നൊരു അഡ്മിഷൻ അപ്പോയിൻമെൻറ്റ് വന്ന കാരണം ഞാൻ അവരോട് ഫോൺ സംസാരിച്ചിരുന്നു പോയി. ജോൺസേട്ടായി വരുമ്പോഴേക്കും ചോറായാൽ മതിയായിരുന്നു. എന്തായാലും ആവും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പണികളിലേക്ക് കടക്കാം. കുറേ പണിയുണ്ട് കേട്ടോ. എനിക്ക് അടുക്കളപ്പണി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനകത്ത് വരുന്ന അഡ്മിഷൻ്റെ ലീഡൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓഫീസിൽ നിന്ന് പിള്ളേർ വിളിച്ചോളും. ഇനിയും മീൻ മറക്കട്ടെ. അങ്ങനെ ജോൺസേട്ടായി ചോറിനാൻ വന്നു കേട്ടോ. വന്നപ്പോൾ ചോറ് വെന്തിട്ടുണ്ടായില്ല. കാരണം ഞാൻ അവരോട് വർത്താനം പറഞ്ഞത് ചോറുണ്ട് കേൾക്കാൻ പറഞ്ഞു. ഇതിനകത്ത് കുറച്ച് കോരി കൊടുത്തു. ബാക്കിയുള്ള കിടന്ന് വേവട്ടെ. ജോൺസേട്ട തിന്നതാണെങ്കിൽ വയറ്റിൽ കിടന്ന് വേവട്ടെ. പിന്നെ ജോൺസേട്ട അങ്ങനെ ഒരു ഒബ്ജക്ഷൻ വഴക്കില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങളുടെ കെട്ടുവേണ്ടി പരിപാടി ചെയ്യാമെന്ന് ചീത്ത ആക്കാൻ അറിയില്ല കേട്ടോ. അല്ലേ കൂടാ അല്ലേ കൂടാ അല്ലേ ചേക്കൂടാ. ദേ വന്നു ദേ പോയി എന്നുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ അധികം ഇന്നലെ ഉണ്ടല്ലോ ഞാൻ ആ ഫുഡൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം ജോൺസേട്ടായിക്ക് ഫുഡ് കൊടുത്ത് ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ ജോൺസേട്ടായിൻ്റെ ഷോപ്പിൽ പോയിട്ടോ ഞാനും എൻ്റെ അനിയനും കൂടെ കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഇന്നലെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. പിന്നെ നോമ്പുതുറ ഉണ്ടായിരുന്നു. നോമ്പുതുറയ്ക്ക് പോയി ഒക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. മൊബൈൽ കൊണ്ടുപോയിട്ടില്ല മെയിനായിട്ട്. ഇതിപ്പോൾ ഞാൻ കോഴിക്കോട് പോവാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്ലേ സ്റ്റേഷൻ ഗീവ് അവേ വെച്ചായിരുന്നു. വിന്നർ ഇടുക്കിക്കാരി ആയതുകൊണ്ട് അവർക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് കൊണ്ടു കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. സോ വീണ്ടും നമ്മളതൊരു ഗീവ് അവേയിലേക്ക് ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് പോവാണ് കേട്ടോ. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പോവാണ്. പ്ലേ സ്റ്റേഷൻ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ. ഈ പ്ലേ സ്റ്റേഷൻ്റെ ഗീവ് അവേയിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഷോർട്ട് റീൽസൊക്കെ ഞാൻ ഇടും. പിന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇതിവിടെ വെച്ചിട്ട് കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ജോൺസേട്ടായിക്ക് ഇന്ന് രാവിലെ ഇരുന്നിട്ട് ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നതാണ്. കുറേ അപ്പോയിൻമെൻറ്റുകളുണ്ട് ഈ സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ്. ഇപ്പോൾ കോഴിക്കോട് തന്നെ നിൽക്കലിപ്പോൾ ഒരു അനിവാര്യമായി മാറി. ഇന്നലെ ഇപ്പോൾ ഇവിടെ കൽപ്പറ്റ വീട്ടിലും എടപ്പട്ടി വീട്ടിലും 2-3 അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു. അയ്യോ, ഞാൻ വന്നിട്ട് അടിച്ചു വാരിയൊന്നും തുടച്ചിട്ടിട്ടാണ്. ചെറുങ്ങനെ എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളെ ചെയ്തിട്ടുള്ളൂ. കുറേ പണികളുണ്ടായിരുന്നു. ഒരു ദാഹശയം ടർക്കിയൊക്കെ വാങ്ങിയതാണ്. ജോൺസേട്ടയ്ക്ക് ഇന്നലത്തെ ചോറും കറികളൊക്കെ ഉണ്ട്. ജോൺസേട്ടായി പറഞ്ഞു കുഴപ്പമില്ലടി, ഞാനത് തിളപ്പിച്ച് വാർത്ത് കഴിച്ചോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചായിക്കോട്ടെ, അത്രയും നല്ലത്. ഇന്നലെ വെച്ച ചോറുണ്ട്.
ബട്ടർ കുക്കി. ഓ, ഇഞ്ചി വെള്ളം. ജോൺസേട്ടൻ എന്ന് രാവിലെ എഴുന്നേറ്റ പാട് ഇഞ്ചി വെള്ളം ഉണ്ടാക്കുന്നുണ്ടോ. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം. ഇപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കലൊന്നും കറക്റ്റ് ആവുന്നില്ല കേട്ടോ. കോഴിക്കോടും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് കൊണ്ട്. അയ്യോ, ജോൺസേട്ടൻ പാല് വാങ്ങിയായിരുന്നല്ലോ, പാല് കുടിച്ചോ? അപ്പോൾ ഞാൻ ബസ്സിനാണേ പോകുന്നത്. എനിക്ക് കൊണ്ടുപോകാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ട്രോളി നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്നുമില്ല കാര്യമായിട്ട്. ഇപ്പോൾ ഞാൻ മെല്ലെ വിടാനുള്ള പരിപാടികൾ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. ഇറ്റ്സ് മീ അണ്ണ ജോൺസൺ ഫ്രം മന്നൂസ്. ഇപ്പോൾ തിന്നോണ്ടിരിക്കും. മാർച്ച്, ഏപ്രിൽ, മെയ് 10 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ കൂടിയിട്ട് 13-14 വർഷമായിട്ട് ആവുകയാണ് കേട്ടോ. ഈ വീട് പണി 2 വർഷം എടുത്തിട്ടില്ല. അത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയൊരു വീടാട്ടോ. അത് നല്ല അടിപൊളി വീടാണ്. ബൈ. എൻ്റെ വെയിറ്റ് ലോസ് ജേണിയൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പം 6 കിലോ കുറഞ്ഞു 1.5 മാസം കൊണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് വീഡിയോ ആയിട്ട് ഷോർട്ട് റീൽസൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. ബൈ. ലവ് യു ഓൾ.